ഇന്ന് റെയ്ഡ് നടന്ന കൂടുതൽ സ്ഥലങ്ങളും മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ ഓഫീസോ വീടുകളോ ഒക്കെയായിരുന്നു. ഇതിൽ നിന്ന് ഒരു കൃത്യമായൊരു സൂചന ഒരുപക്ഷെ നേരത്തെ നടന്ന അന്വേഷണങ്ങളിൽ ഇവരിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ ഒരു തുമ്പും കിട്ടാത്തതുകൊണ്ട് പുതിയ തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതുമാകാം. നമ്മൾ ഇന്ന് നടന്ന റെയ്ഡുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്? തീർച്ചയായും കെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് നേരത്തെ നടന്ന അന്വേഷണങ്ങളുണ്ട്. അത് വീണയുടെ വീട്ടിലെ റെയ്ഡാകട്ടെ, ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന വസതിയിലെ റെയ്ഡാകട്ടെ, ഈ റെയ്ഡിന്റെയൊക്കെ തുടർച്ചയായി 2 മാസങ്ങൾക്ക് ശേഷമാണ് മന്ത്രി PA മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നത് എന്നുള്ളതാണ്. ഒന്നുകിൽ നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ 2ാം ഘട്ടമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. അതല്ലെങ്കിൽ ഈ നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി നേരത്തെ ലഭിച്ചിട്ടുള്ള ഈ തുക എന്ന് പറയുന്ന, സേവനം നൽകിയിട്ടില്ലാത്ത കാര്യത്തിന് ലഭിച്ച തുക എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളാവാം. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് CPM വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായാണ് രംഗത്തെത്തിയിരുന്നതെങ്കിൽ ഇന്നത്തെ ഈ റെയ്ഡിൽ പ്രതിഷേധ പ്രകടനത്തിൽ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ഇത്തരത്തിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള മുദ്രാവാക്യം വിളികളോ അല്ലെങ്കിൽ അവരെ തടയുന്നതുൾപ്പെടെയുള്ള നടപടികളോ ഒന്നും തന്നെ CPM നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. നിഖിൽ എന്ന് പറയുന്നത് റിയാസിന്റെ അടുത്ത സുഹൃത്താണ്. മറ്റുള്ള ആളുകൾ എന്ന് പറയുന്നത് റിയാസിന്റെ കൂടെ പഠിച്ചവരും ഒപ്പം തന്നെ ബിസിനസ്സുകാരുമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനും ബിസിനസ്സുണ്ട്. ഇത്തരം രേഖകളും ഈ തുകയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിനിയോഗങ്ങളും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ED അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ CPM ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ മാറ്റി നിർത്തുകയാണ്. തുടർ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള EDയുടെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കോഴിക്കോട് ബ്യൂറോ ചീഫ് MM രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുന്നു.